ഹലോ. ഹലോ, വിവേകിന്റെ വീടാണോ? ആണല്ലോ. ആരാ? അതെ, വിവേകിന്റെ അമ്മയാണോ സംസാരിക്കുന്നത്? ആണ്. ആണ്. ഞാനേ പിന്നെ വിവേക് പഠിക്കുന്ന സ്കൂളിലെ അവന്റെ ക്ലാസ് ടീച്ചറാ. എന്താ സാറേ? പിന്നെ വിവേക് ഞാൻ വിവേകിന്റെ ഒരു കാര്യം പറയാനാ വിളിച്ചതേ. എന്താണ് സാറേ? അത് വിവേക് പഠിത്തത്തിൽ വളരെ മോശമാണല്ലോ. സാറേ, മാർക്കൊക്കെ ഒരുപാട് കുറവാ. അത് വളരെ കാര്യം. അവനിപ്പോ 8ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നേ? ആണല്ലോ. ആണാണ്. അപ്പൊ ഇനി 10ാം ക്ലാസ്സിലൊക്കെ അവന് ജയിക്കണ്ടായോ? വളരെ വളരെ മാർക്ക് കുറവ്. അത് നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കുന്നൊന്നുമില്ലയോ? സാറേ, ഞാനേ അവസ്ഥ സാറിന് അറിയാമല്ലോ. എന്തുവാ? ഞാൻ രാവിലെ അങ്ങ് വിളിക്കൂ കടയിലേ. വീട്ടിൽ ആരുണ്ട്? അവന്റെ വീട്ടിൽ ആരുണ്ട്? എന്റെ അച്ഛന് 5 വർഷം മുമ്പ് മരിച്ചായിരുന്നു. അത് ശരിയാ. ഞാൻ രാവിലെ അങ്ങ് ഇറങ്ങി പോവും. പിന്നെ രാത്രിയിലാ വരുന്നത്. പഠിക്കുന്നോന്ന് ചോദിച്ചോ, പഠിക്കുന്നതൊക്കെയാ പറയുന്നേ. അല്ല, ഇംഗ്ലീഷിനും കണക്കിനും ഒക്കെ മാർക്ക് ഉണ്ടായിരുന്നു. വളരെ വളരെ മാർക്ക് കുറവ്. ഇങ്ങനെ ആള് കുഴപ്പമില്ല. ഓക്കെ. പക്ഷെ അവന് ട്യൂഷനൊന്നും വിടുന്നില്ലയോ? ട്യൂഷന് വിടാനുള്ള ഒരു സാഹചര്യം അല്ല സാറേ. അതുകൊണ്ടാ. പിന്നെ അങ്ങനെ പറഞ്ഞാ പറ്റൂ? പറയാനും പറ്റത്തില്ലല്ലോ. പിന്നെ അവൻ തന്നെ പഠിക്കുമായിരുന്നു. എന്നിട്ട് അവന്റെ മാർക്കൊന്നും കാണുന്നില്ലല്ലോ തന്നെ പഠിച്ചിട്ട്. പഠിക്കുന്നാ പറയുന്നത്. പിന്നെ എനിക്ക് കൂടെ ഇരുന്ന് ശ്രദ്ധിക്കാനും പറ്റുന്നില്ലല്ലോ. ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ അവന്റെ അടുത്ത് എന്ത് ചോദിച്ചാലും അവൻ മിണ്ടാപ്പൂച്ചയുടെ കൂട്ടത്തിൽ നിർത്താൻ. എന്തെങ്കിലും തുറന്ന് പറയണ്ടായോ? വീട്ടിലേക്ക് എന്തോ പേരെന്തുവാ? എന്റെ പേര് വനജ. വനജ, അത് എന്തെങ്കിലും നിങ്ങളുടെയൊക്കെ അവസ്ഥയെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞെങ്കിലല്ലേ ഞങ്ങക്ക് സാർമാർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റൂ. നമ്മൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ. അവനൊന്നും മിണ്ടത്തില്ല. ക്ലാസ്സിൽ വന്നാൽ മിണ്ടാപ്പൂച്ചയുടെ കൂട്ടായിരിക്കും. അപ്പൊ ഈ ഒരു സാഹചര്യം കൊണ്ടാ. പിന്നെ നമ്മളൊന്നും എന്തോ ചെയ്യാനാ? വീട്ടിൽ വേറെ ആരും ഇല്ലയോ? നിങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയൊന്നും ഇല്ലയോ? അല്ല, അവരിവിടെ അല്ല. അങ്ങ് നാട്ടില്ല, ദൂരവാ. കരുത്തൊന്നും ഇല്ലയോ? ഒരു സാമ്പത്തികമായിട്ടൊക്കെ ഒന്നും സഹായിക്കത്തൊന്നും ഇല്ലയോ? അവരും അത്ര ഒന്നും അല്ല സാറേ. അപ്പൊ ഇങ്ങനെ പോയാൽ എങ്ങനെ അവന്റെ കാര്യം? അല്ല, അപ്പോഴേ അവന്റെ കാര്യം എങ്ങനെയാ ഇങ്ങനെ പോയാല്? അവന് ഏതെങ്കിലും ഒരു ട്യൂഷൻ സെന്ററിലോ എല്ലാം കൊണ്ടാക്കണ്ടായോ? ഒരു കാര്യം ചെയ്യ്. ട്യൂഷൻ സെന്ററിൽ കൊണ്ടുപോകുന്നത് പിന്നെ മാസം ശമ്പളം കൊടുക്കണം. ഫീസ് കൊടുക്കണോ? പിന്നെ നമ്മൾ പറഞ്ഞു വിട്ടിട്ടും പിന്നെ അവിടെ പ്രശ്നമായ പിന്നെ അതിനെക്കാട്ടില്ല. അതിന് വനജ ഒരു കാര്യം ചെയ്യ്. അത് ഇംഗ്ലീഷും കണക്കിന് അവന് ഏറ്റവും മാർക്ക് കുറവ്. അതിന് ഞാൻ അവന് ട്യൂഷൻ എടുക്കാം. സാറ് അങ്ങനെ എവിടെ വെച്ചാ? അത് നിങ്ങടങ്ങ് വീട്ടിൽ വരാം. എനിക്ക് സമയം കിട്ടുമ്പോ. ഞാൻ രാവിലെ അങ്ങ് പോവല്ലോ, അവിടെ ആരും ഇല്ലല്ലോ. അല്ല, എത്ര മണിയാകുമ്പോ വരും? ഞാനൊരു 6 മണി 7 മണിക്കുള്ളിലാ വരും. അത് മതി. അത് കഴിഞ്ഞ് ഞാൻ വരാം. അത് എന്നൊന്നും വരത്തില്ല. എനിക്ക് സമയം കിട്ടുന്ന സമയത്തേ ഞാൻ വന്നവന് ട്യൂഷൻ എടുക്കാം. എന്താ വനജയ്ക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? സാറിന് ഫീസ് വരണ്ടായോ? അത് കുഴപ്പമില്ല വനജേ. അത് ഫീസൊക്കെ ഞാൻ വനജയുടെ കയ്യിൽ നിന്ന് മേടിച്ചോളാം. അത് വേണ്ടേ സാറിന് തരണ്ടായിരുന്നു? അതൊന്നും വേണ്ട. അതൊക്കെ വനജയൊന്ന് മനസ്സ് വെച്ചാ മതി. വനജയൊന്നും മനസ്സ് വെച്ചാ മതി. അത് മതിയോ സാറിന്? അതൊക്കെ മതി. ഞാനിവിടെ അല്ല എന്റെ വീട്. എന്റെ വീട് എറണാകുളമാണ്. ഞാനിവിടെ വാടകയ്ക്ക്. സാറിവിടെ താമസിക്കുന്ന എവിടാ? ഞാനിവിടെ സ്കൂളിന്റെ അടുത്ത് തന്നെ വാടകയ്ക്ക് താമസിക്കുന്നത്. വാടകയ്ക്കാ. ഭാര്യ മക്കളൊക്കെ ഉണ്ടോ? എനിക്ക് വിവാഹം കഴിഞ്ഞ അവിടെ തന്നെ, എറണാകുളത്ത് തന്നെ. സാറ് തന്നെ അല്ലേ? എന്തോ? സാറ് തന്നാണോ? ഞാനിവിടെ തന്നെ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പൊ അവിടെ വൈഫ് ഒരു കുട്ടിയുണ്ട്.
അവിടെ നാട്ടില. ഏ സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം സന്ധ്യ ആകുമ്പോഴത്തേക്കേ ഞാൻ വന്നവന് ഇംഗ്ലീഷിന്റെയും പിന്നെ കണക്കിന്റെയും ട്യൂഷൻ എടുത്ത് ഞാൻ നോക്കട്ടെ റെഡിയാക്കാൻ പറ്റുമെന്ന്. കാര്യം ഇങ്ങനെ വിട്ട കാര്യം ഹൈസ്കൂളാ. 10ാം ക്ലാസ്സിലൊക്കെ അവന് മാർക്ക് വളരെ കുറവായിരിക്കും. രക്ഷപ്പെടുമെന്ന് തന്നെ സംശയമാണ്. പക്ഷെ വനജയും കൂടെ ഒന്ന് സഹകരിക്കണം. സഹകരിക്കാൻ കുഴപ്പമൊന്നുമില്ല സാർ. എങ്ങനെയാലും അവനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുത്താൽ മതി. എന്നാ ഞാൻ ഏറ്റ്. വനജ എന്റെ കൂടെ ഉണ്ടെങ്കിൽ അവന്റെ കാര്യം ഞാൻ ഓക്കെ ആക്കാം. ഞാനുണ്ട് 100% ഉറപ്പ് സാറിന്റെ കൂടെ ഉണ്ട്. വനജയ്ക്ക് പൊതിക്കാനൊക്കെ അറിയാമോ? പിന്നെ വേണം, സാറ് പറഞ്ഞാൽ മതി. അത് മതി. എനിക്ക് ഈ പൊതിപ്പിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്നും കുഴപ്പമില്ല സാറേ. പൊതിച്ചൊക്കെ തരുമല്ലോ. ഓക്കെ. എന്നാ പിന്നെ എന്താ വേണം? എന്നാ പിന്നെ നമുക്ക് സന്തോഷമായില്ലേ? സാറ് പറഞ്ഞാ മതി എന്താ വേണം, അവിടെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. പറച്ചില് കേട്ടപ്പോഴേ വനജ ഒരു പൊതുപ്പുകാരിയാന്ന് തോന്നുന്നല്ലോ. അങ്ങനൊന്നുമില്ല സാറേ. വേണ്ടി വന്നാ പൊതിക്കൂലേ? അതെ. വനജയുടെ പൊതുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഏതാണ്ടൊക്കെ പോലെ തോന്നുന്നു. സാറ് എന്നാ നാളെ ഇങ്ങനെ എപ്പോഴാന്നൊന്ന് പറ, ഞാൻ അവനോട് പറയാം എങ്ങനൊക്കെയാന്ന് ഞാൻ അവനോട് പറയാം. എപ്പോഴാ എങ്ങനെയാന്ന് തോന്നുന്നു സാറ് വരുമ്പോന്ന് പറഞ്ഞിരുന്നാലും മതി. അത് ഞാൻ പറയാം അവന്റെ അടുത്ത്. വീട്ടിൽ എപ്പം മാത്രമേ ഉള്ളോ? ഇളയത്തുങ്ങൾ വല്ലതും ഉണ്ടോ? ഇളയൊരു കൊച്ചുണ്ട്. നമുക്കൊരു ശല്യം ആവത്തില്ലല്ലോ പിള്ളേര്? ഇല്ല, അതൊന്നുമില്ല. അതൊക്കെ നമുക്ക് വല്ല വേണേലും ചെയ്യാം സാർ, അവനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുത്താൽ മതി. അതൊക്കെ ഞാൻ ഏറ്റ്. കാരണം നമുക്ക് അല്ലാതെ പോട്ടുവിടാനൊന്നും ഉള്ളൊരു വനജയുടെ സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഏറ്റ്. നമുക്ക് പിള്ളേർക്ക് വല്ല ഹോംവർക്കൊക്കെ ഇട്ട് കൊടുത്തേ. ശരി, കാര്യം നടത്താം. ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ കുറച്ചാളായി ഒറ്റയ്ക്ക് ഇവിടെ കിടക്കുക. സാറിതാരോടും പറയരുത്. ഇതൊക്കെയാണോ പലയിടത്തും പറയുന്നേ? സാറിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഒന്നുമില്ല. അങ്ങനെയുള്ള നമ്മുടെ വായിൽ നിന്ന് ഇതൊന്നും പോത്തില്ല. ഇതൊക്കെ നമ്മളെ രണ്ടുപേരെയും ബാധിക്കുന്നതല്ലേ? ഇല്ലല്ലോ. ഇല്ല. പിന്നെ അവനൊരു പിന്നെ വനജയും ബാധിക്കുന്ന എന്നെയും ബാധിക്കുന്നതാ. അതൊന്നുമല്ല. ഒരു ഈച്ച പോലും അറിയാത്ത രീതി കാര്യം നടത്തുന്നതാണ് കേട്ടോ. അപ്പൊ നാളെ ഒരു 6-6:30 ആകുമ്പോഴേ എനിക്ക് പിന്നെ ഞാൻ സ്കൂളിൽ നിന്ന് പിന്നെ വീട്ടിൽ ചെന്ന് കുളിച്ചേച്ചേ ഒരു 6:30-6:45 ആകുമ്പോഴത്തേക്ക് ഞാനങ്ങ് വരാം. അപ്പൊ വനജ പിന്നെ കടയിൽ നിന്ന് വരുമല്ലോ. 7 മണിയാകുമ്പോഴത്തേനും 7 മണിക്കുള്ളിൽ വരും. വനജ പിന്നെ അവന്റെ അടുത്ത് വിവേകനെ ഒന്ന് സൂചിപ്പിച്ചേരെ. നാളെ ഞാൻ ക്ലാസ്സിൽ വരുമ്പോ ഞാൻ പറഞ്ഞോളാം അവന്റെ അടുത്ത് കേട്ടോ. അപ്പൊ ശരി, എന്നാ വെച്ചേക്കട്ടെ. ശരി സാറേ. അപ്പൊ നാളെ കാണാം. വളരെ ഉപകാരം. ഓക്കെ.